മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് കാവ്യ മാധവൻ. ബാലതാരമായാണ് അഭിനയ മേഖലയിലേക്ക് എത്തുന്നത്. അച്ഛനും അമ്മയുമായിരുന്നു നിഴലുപോലെ എല്ലാത്തിനും കൂട്ടുവന്നത്. ടെക്സ്റ്റൈൽസ് ബിസിനസ്സായിരുന്നു അച്ഛന്. മകളെ അഭിനേത്രിയായി കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു അച്ഛൻ. ബാലതാരങ്ങളെ ആവശ്യമുണ്ട് എന്ന പരസ്യം കണ്ട് മകൾക്കു വേണ്ടി അപേക്ഷ അയച്ചത് അച്ഛനായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ നായികയാകാനുള്ള അവസരം മകൾക്ക് ലഭിച്ചപ്പോൾ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. എല്ലാ കാര്യത്തിനും മകളോടൊപ്പമായിരുന്നു. ലൊക്കേഷനിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെയായി മാധവൻ പ്രേക്ഷകർക്കും പരിചിതനായി മാറുകയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അച്ഛൻ്റെ വിയോഗമാണെന്ന് കാവ്യ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ 1-ാം ചരമവാർഷികത്തിൽ പങ്കുവച്ച കുറിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തിരികെടാതെ തെളിഞ്ഞു നിൽക്കുന്ന ഹൃദയദീപമാണ് അച്ഛൻ. ഇന്ന് അച്ഛൻ്റെ ഓർമ്മദിനം. പ്രാർത്ഥനകൾ എന്നായിരുന്നു കുറിപ്പ്. ആ പഴയ സുപ്രിയ ടെക്സ്റ്റൈൽസും മാധവേട്ടനെയും ഇന്നും ഓർക്കുന്നു. കാവ്യ എന്ന മോളെ നമ്മുടെ മലയാള സിനിമയ്ക്ക് നൽകിയ പിതാവിന് കോടി പ്രണാമം. മാധവേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ആ പഴയ സുപ്രിയ ടെക്സ്റ്റൈൽസും മാധവേട്ടനെയും ഇന്നും ഓർക്കുന്നു. കാവ്യ: അച്ഛൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഞാനും അച്ഛ എന്നാണ് വിളിച്ചിരുന്നത്. കാവ്യ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് നമ്മൾ ആദ്യമായി മീറ്റ് ചെയ്യുന്നത്. പിന്നെ പലതവണ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛൻ മരിച്ച വിവരം പത്രത്തിലാണ് ഞാൻ കണ്ടത്. ഷോക്കായിപ്പോയി. ആ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് തുടങ്ങിയ കമൻറ്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്.